ബ്രോ സാബിത്തിന്റെ ഫ്രണ്ട് അല്ലേ? നിങ്ങളാണോ ഫോണിൽ സംസാരിച്ചത്? അതെ, ഞാൻ തന്നെ. സാബിത്തിന്റെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഫ്രണ്ട് വഴിയുള്ള പരിചയ. പോയാലോ? ആ, പോവാം. അപ്പം അച്ഛൻ എന്താ പണി? ചെറിയൊരു എഴുത്തിന്റെ പണിയാണ്. എന്തെഴുത്ത്? ഈ സിനിമയ്ക്കൊക്കെ. ആ, സിനിമ എഴുത്തുകാരനാണോ? ആ, അങ്ങനെ പറയാം. ഏതൊക്കെ സിനിമ എഴുതി? അതിന് ഞാൻ എഴുതിയതൊന്നും സിനിമ ആയിട്ടില്ല. പിന്നെ എങ്ങനെ സിനിമ എഴുത്തുകാരനായി? ഇതൊക്കെ എന്തെങ്കിലും സിനിമയെന്നുള്ള പ്രതീക്ഷയിലാണ്. നന്നായി. എന്തിനാ സ്റ്റഫ് മറച്ചു വെക്കാനാണോ? ഏയ്, എൻ്റെ ഉള്ളിൽ കഥാപാത്രമുണ്ട്, അതിന് പറ്റിയ കഥ എഴുതാൻ വേണ്ടിയാ. അതിനെന്തിനാ സ്റ്റഫ്? ചിന്തിക്കാനിത് നല്ലതാണെന്ന് കേട്ടു. വലിയ എഴുത്തുകാരൊക്കെ ഭയങ്കര കഞ്ചാവാന്നാണ് കേട്ടത്. ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. അതുള്ളതാ, കുറെ എഴുത്തുകാർ വന്ന് മേടിക്കാറുണ്ട്. ആണോ? പിന്നെ അല്ലാതെ ഇത് വലിച്ചിട്ടൊരു ഒറ്റ എഴുത്താ. വെറുതെ അല്ല, ഇത് വലിച്ച നല്ല ഫോക്കസ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നല്ലാതെ പുതിയൊരു ഐറ്റം ഉണ്ട്, മൊറോക്കൻ സോൾട്ട്. അത് വലിച്ചാൽ ഫുൾ സെറ്റാ. കഥാപാത്രമൊക്കെ തന്നെ വന്നോളൂ. ആണോ? പിന്നല്ലാതെ. ഏത് കഥയാ മച്ചാൻ്റെ മനസ്സിൽ? പുതിയ വല്ലതും ആണോ? അത്യാവശ്യം പുതിയ കഥയാ, ഒരു പോലീസുകാരൻ്റെ കഥയാ. അത് സ്ഥിരം കഥയല്ലേ? ഏയ്, ഇതങ്ങനെ സ്ഥിരം കഥയല്ല. പോലീസുകാരൻ പോയി കള്ളന്മാരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളൊരു കഥയാണ്. ഇത് പോക്കിയുടെ കഥയല്ലേ? ഇത് പോക്കിരിയുടെ കഥയൊന്നുമല്ല. എൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാ. എല്ലാവരും ഇതൊക്കെ തന്നെ പറയുന്നു. നേരം കുറേ അല്ലോ പോകാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴെങ്ങനെ എത്തുമോ? ആ, കുറച്ചും കൂടി പോയാൽ മതി. എത്താറായി. ഇതൊരുപാട് ഉള്ളിലാണോ? എനിക്ക് മടുത്താ. ഓ, തനിക്കല്ല സാധനം വേണ്ടത്, അപ്പം കുറച്ച് കഷ്ടപ്പെടണം. ഇതെന്താ വല്ല അധോലോകം സെറ്റപ്പാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെ കാണാനാ പോകുന്നേ? ആ, ഇരിക്കുന്നു. ആ, മീൻ പിടിക്കാനിരിക്കുന്ന ആളാണോ നിങ്ങളുടെ ബായ്? റിയാസ് ബായ്. എന്താടാ? ആരുടെ അത്? സാബിത്തിൻ്റെ ഫ്രണ്ടാ. വല്ല വള്ളിയാണോ? ഏയ്, ഇല്ല, എഴുത്തുകാരനാ. എന്നാ വിളിക്ക്. എന്താ വേണ്ടേ? മൊറോക്കൻ സോൾട്ട്. പുതിയ ഐറ്റാണ്, ഇമ്പോർട്ടഡ്. ആ, അടിച്ചാൽ സ്വർഗം കാണും. ഓ, അത് മതി. ജാങ്കോ, ഇത് വർക്ക് ചെയ്യോ? എന്താ സംശയമുണ്ടോ? അത് പിന്നെ അടിച്ചു നോക്ക്. ഒരു സാമ്പിൾ എടുത്തോ ഇവിടുന്ന് തന്നെ. ഓക്കെ. ഇത് എങ്ങനെ കാണിച്ചരാം. എങ്ങനെയുണ്ട്? ഏറ്റോ കൊള്ളാം. അപ്പൊ സാധനം എടുക്കുമല്ലേ? എന്നാ പിന്നെ പോവാല്ലേ? എങ്ങോട്ട്? സാം അലക്സാണ്ടർ, നർക്കോട്ടിക്സ്. നിന്നെയൊക്കെ തെളിവോടെ പൊക്കാൻ വന്നാ. ഓടിക്കോടാ. നിക്കടാ. എവിടെ നിന്നിട്ടേ അവനെ? പോലീസുകാരനെയാണോ കൊണ്ടിരുന്നത്? ഞാനല്ലേ ഇവൻ പോലീസാണെന്ന്. ഒരു കച്ചവടം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ.
ഹലോ, പോലീസ് സ്റ്റേഷൻ. നിങ്ങളാണോ വിളിച്ചത്? അതെ, ഞാൻ തന്നെ. സാം അലക്സാണ്ടർ, നർക്കോട്ടിക്സ്. ഇത് ആധാർ കാർഡാണല്ലോ. എടോ, ഇത് ആധാർ കാർഡല്ലേ? ഇതിൽ സുമേഷ് എന്നാണല്ലോ പേര്. ആധാർ കാർഡോ? ആ, ഇത് ആധാർ കാർഡാണല്ലോ. സുമേഷ്. ആരാണ് ഈ സാം അലക്സാണ്ടർ? സാം അലക്സാണ്ടർ ഞാനിരുന്ന കഥയിലെ നായകന്റെ പേരാ. സാറിനോട് ആരാ പറഞ്ഞേ? ഏതാ ഇവന്മാര്? അയ്യോ, അതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. ഇത് ഇവന്മാരെന്തോ വലിച്ചു കയറ്റി കിളി പോയപ്പോ നർക്കോട്ടിക്സ് ആണെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചത്. അയ്യോ ബ്രോ, ബ്രോ എന്ത് പറ്റി ബ്രോ? പോടാ. റിയാസ് ഭായ്. ആരാ നീ? സാറേ. അയ്യോ സാറേ, ഞങ്ങളെ രക്ഷിക്കണേ. ഇവരെന്തോ മരുന്നടിച്ചിട്ടാ സാറേ. ഇവരാരും ഉപദ്രവിച്ചെന്ന് തോന്നുന്നു സാറേ. ടീംസ് അല്ലേ സാറേ? എന്താണോ നീ ഇവിടെ ചെയ്യുന്ന ബിസിനസ്? ആരാടാ ഇവൻ? എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? ആരാടാ നീ? എന്താണ് നിനക്ക് ഉമ്മാരോട്ട് പരിപാടി? സാറേ, ഞാൻ ഇവരുടെ കുറച്ച് സ്റ്റഫ്. എന്ത്? അല്ല, അത് ഞാൻ ഇവരെ കണ്ട് സംസാരിക്കാൻ വന്നാ സാറേ. സംസാരിക്കാനോ? എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? ഇവനുമായിട്ട് എന്തൊക്കെയാണ് നിനക്ക് ബിസിനസ്? സാറേ, ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നാ സാറേ. എന്നെ കൊണ്ട് ഞാൻ മീൻ പിടിപ്പിക്കാം. ഈസി, ഇവന്മാരെന്തോ കഞ്ചാവ് വലിച്ച് കിളി പോയിരിക്കുന്ന കേസാണെന്നാ തോന്നണേ. അതെ സാറേ. എന്താണ് അതിന്റെ പേര്? സുമേഷ്. സുമേഷ്. ഉമേഷോ? സത്യം പറയടാ. സുമേഷ് എന്നാ സാറേ. നിന്റെ വീട് എവിടാ? അത് ഇവിടെ അടുത്താ. ഇവിടെ അടുത്ത സ്ഥലത്തിന്റെ പേരില്ലടാ. വൈറ്റില. വൈറ്റില് എന്താടാ വലിച്ചു കയറ്റിയത്? മൊറോക്കൻ സാൾട്ട്. ഈസി, ഇവന്മാരൊക്കെ കഞ്ചാവാന്ന് തോന്നണം. എന്താ ചെയ്യാ? വലിച്ചെടുത്തോണ്ട് പോവാം, അല്ലാതെ എന്താ. നിന്റെ ഒരു മൊറോക്കൻ സോൾട്ട് പിടിച്ച് കയറ്റി വീശിയവനെ. എഴുന്നേക്കടാ. സാറേ, ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിതൊന്നും ഓർമ്മയില്ല. നമ്മളിപ്പോ എവിടെയാ? മിണ്ടാതെ നടക്കടാ അങ്ങോട്ട്. കൊണ്ട സോൾട്ടും കോപ്പൊക്കെ വായിച്ചു തന്നിട്ട് അവനൊന്നും ഓർമ്മയില്ല. ഇനി എനിക്ക് കൊണ്ടുവന്നേ നന്നായിട്ടൊന്ന് ഉരുട്ടാനാ. ആ ഉരുട്ടി കഴിയുമ്പോൾ നിനക്ക് എല്ലാം ഓർമ്മ വരും കേട്ടടാ. പന്ന